പ്രിയ മക്കളെ, നാം ഓരോരുത്തരും ഇപ്പോൾ പരിശുദ്ധ നോയമ്പിലൂടെ കടന്നു പോവുകയാണ്. സഭ നമ്മളെ ഈ 50 നോയമ്പിലൂടെ കൂട്ടിക്കൊണ്ടു പോവുക, നോയമ്പ് നോക്കുവാൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് എന്തിനാണെന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടോ? ഈ 50 നോയമ്പ് നോറ്റ് ഈശോയോട് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഈശോ 40 നാൾ മരുഭൂമിയിൽ രാപകല് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. പ്രിയമക്കളെ, ഈ തിരുവചന ഭാഗങ്ങളൊക്കെ നാം പഠിക്കുമ്പോ, വായിച്ച് ധ്യാനിക്കുമ്പോ, ഞാൻ ഈ 50 ദിവസം നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് നോമ്പ്? എന്താണ് നോമ്പ്? യഥാർത്ഥത്തിൽ നോമ്പെന്ന് പറയുന്നത് ഉപവാസമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈശോ 40 നാള് രാവും പകലും ഉപവസിച്ചു പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സഭ നമ്മളെ നോമ്പ് നോക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുക, പഠിപ്പിക്കുക. നമ്മൾ ഈ നോമ്പ് നോക്കുക എന്ന് പറയുമ്പോൾ ഈ മാംസങ്ങളൊക്കെ ഭക്ഷിക്കാതെ ചില ഭക്ഷണങ്ങളൊക്കെ വർജിച്ചുകൊണ്ട് ഇങ്ങനെ പോവുക എന്നതാണ് പലപ്പോഴും പലരും ചിന്തിച്ചിട്ടുള്ളത്. യഥാർത്ഥമായി നോമ്പ് നോക്കുക എന്ന് പറഞ്ഞാൽ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവസന്നിധിയിൽ ഈ നാളുകളൊക്കെയും ഉപവസിച്ചു പ്രാർത്ഥിച്ച ദൈവ അനുഗ്രഹം പ്രാപിക്കുവാനാണ് സഭ നമ്മളെ ആഹ്വാനം ചെയ്യുക. എന്നാൽ നമുക്ക് 40 നാളൊന്നും ഉപവസിച്ചിരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ ചില ഭക്ഷണങ്ങളൊക്കെ വെടിഞ്ഞുകൊണ്ട്, മാംസങ്ങളൊക്കെ വെടിഞ്ഞുകൊണ്ട്, വെജിറ്റബിളൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്ന എന്താണ് നോമ്പ്? ഈശോ ആഗ്രഹിക്കുന്ന നോമ്പ് എന്താണ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആഗ്രഹിക്കുന്ന നോമ്പ് എന്താണ്? അതാണ് നാം ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഈ 50 ദിവസം നമ്മൾ നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുന്നത് കർത്താവ് ആഗ്രഹിക്കുന്ന പ്രകാരമാണ് നാം ആയിരിക്കേണ്ടത്. പ്രിയമക്കളെ, യെശയ്യായുടെ പുസ്തകം 58-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകം 58-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിന്റെ കയറുകളും അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമൊന്ന് പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈശോ ആഗ്രഹിക്കുന്ന ഉപവാസം, ഈശോ ആഗ്രഹിക്കുന്ന നോമ്പെന്ന് പറഞ്ഞാൽ മർദ്ദിതരെ സ്വതന്ത്രമാക്കണം, നുകത്തിന്റെ കെട്ടുകൾ അഴിയണം, മർദ്ദിതർ സ്വതന്ത്രമാകണം. ഈ 3 കാര്യമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. ഈ ഒരു വാക്യത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, 1, ദുഷ്ടതയുടെ കെട്ടുകൾ അഴിയണം. പരിശുദ്ധ നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുന്ന നാം ഓരോരുത്തരും, പ്രിയ സഹോദരങ്ങളെ, നമ്മളിലുള്ള ദുഷ്ടതയുടെ കെട്ടുകൾ അഴിയപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുമ്പോ എന്റെ പ്രാർത്ഥനയിൽ എന്നിലുള്ള ദുഷ്ടതയുടെ കെട്ടുകൾ, എന്റെ കുടുംബത്തിലുള്ള ദുഷ്ടതയുടെ കെട്ടുകൾ നീങ്ങിപ്പോക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ എന്താണ് പ്രാർത്ഥിക്കുക? എന്റെ ഭൗതിക കുറെ നേട്ടങ്ങളാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഭൗതിക കുറെ കാര്യങ്ങൾ
ഞാൻ നിയോഗം വെച്ചുകൊണ്ട് നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുന്നു. എന്റെ രോഗം മാറണം, അല്ലെങ്കിൽ എന്റെ ഭൗതികമായ നേട്ടങ്ങള്, കടഭാരങ്ങൾ മാറണം, അല്ലെങ്കിൽ എന്റെ മക്കളുടെ വിദ്യാഭ്യാസം, അങ്ങനൊക്കെയാണ് നമ്മൾ നോറ്റ് പ്രാർത്ഥിക്കുന്നത്, നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈശോ ആഗ്രഹിക്കുന്ന നോമ്പെന്ന് പറയുന്നാൽ നമ്മുടെ ദുഷ്ടതയുടെ കെട്ടുകൾ അഴിയണം, അത് പൊട്ടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമക്കളെ, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടുക എന്ന് പറയുമ്പോ തിരുവചനത്തിലൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലൂക്കായുടെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായം 38-ാം വാക്യം നമുക്ക് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 38-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞു, ഗുരു, എന്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. അവൻ എന്റെ ഏകമകനാണ്. അവന് ഒരു അശുദ്ധാത്മാ പിടികൂടുന്നു. അപ്പോൾ അവൻ പെട്ടെന്ന് നിലവിളിക്കുന്നു. നുരയും പതയും പുറപ്പെടുന്നവരെ അത് അവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. അത് അവനെ വിട്ടുമാറുന്നില്ല. പ്രിയമക്കളെ, ഒരു കുടുംബത്തില് ഒരു ഏക മകനാണ് ഈ വ്യക്തിക്ക്, ഏക മകനാണ്. ഈശോ അതുവഴി കടന്നു പോകുമ്പോൾ ഈശോയോട് പറയുകയാണ്, എന്റെ മകനെ ഒരു ദുരാത്മാവ് നാളുകളായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളുകളായിട്ട് എന്റെ ഏക മകനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ തിരുവചനം ഭാഗത്തിലേക്ക് നിങ്ങളോട് പങ്കുവെക്കുന്ന ഈ ഭാഗം പങ്കുവെക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഹല്ലേലൂയ, ഈശോ പറയുകയാണ്, ദുഷ്ടതയുടെ കെട്ടുകൾ എന്നിൽ നിന്ന് വിട്ടുമാറണം, പൊട്ടണം. എന്റെ കുടുംബത്തില് ഞാൻ അനേക നാളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പീഡനമുണ്ടെങ്കിൽ, എന്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കുന്ന രോഗപീഡനമുണ്ടെങ്കിൽ, അത് രോഗമെന്ന് വേണമെന്നില്ല പ്രിയപ്പെട്ടവരെ. എന്റെ കുടുംബത്തിന്റെ പങ്കാളി മദ്യത്തിനടിമയാണോ, എന്റെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ലഹരി പദാർത്ഥത്തിന് അടിമയാണോ, ഇത് മാറിപ്പോകണമെങ്കിൽ സഹോദര സഹോദരി, ഈ നോമ്പ് നോറ്റ് നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈശോയോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ ഈ നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുന്നത് എന്റെ കുടുംബത്തിലെ ഈ കട്ട് അഴിഞ്ഞു പോകണം, എന്റെ കുടുംബത്തിലെ ഈ ദുരന്തം അഴിഞ്ഞു മാറണം, വിട്ടുപോകണം. ഇതായിരിക്കണം ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഒന്ന് കരമടിച്ച് ഈശോ ആരാധിക്കാമോ? ശക്തമായിട്ടൊന്ന് കരമടിച്ചേ, ശക്തിയോടെ, ശക്തിയോടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം പ്രിയപ്പെട്ടവരെ, ഈശോ ആഗ്രഹിക്കുന്ന നോമ്പെന്ന് പറയുന്നത് എനിക്ക് വലിയ ഭൗതിക നേട്ടം നേടിയെടുക്കുവാനുള്ളതല്ല നോമ്പെന്ന് പറയുന്നത്. എന്നാൽ ഈശോ ആഗ്രഹിക്കുന്ന നോമ്പെന്ന് പറയുന്നത് എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന ദുഷ്ടതയുടെ കെട്ടുകൾ ഈ നോയമ്പിലൂടെ അഴിഞ്ഞുമാകണം. ഞാൻ ഏത് ബന്ധനത്തിലായിരിക്കുന്നോ, ഏത് ബന്ധനത്തിലായിരിക്കുന്നുമോ ആ ബന്ധനം എന്നിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ് ഈ നോയമ്പ് പൂർത്തിയാകുന്നത് പ്രിയപ്പെട്ടവരെ. ഈശോ ആഗ്രഹിക്കുന്ന നോമ്പായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരോടും ചിലപ്പോൾ ചോദിക്കുമ്പോൾ നോയമ്പ് നോക്കുന്നോ? ഞാൻ നോക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഞാൻ നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുന്നത്? ഓരോ ദിവസം ഞാൻ നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുമ്പോ, വെള്ളിയാഴ്ചകളിൽ കുരിശിന്റെ വഴി നടത്തുമ്പോ, ഈശോയെ, ഓരോ സ്ഥലവും ഞാൻ നടന്നു നീങ്ങുമ്പോ എന്നിലുള്ള ബന്ധനങ്ങൾ, എന്റെ കുടുംബത്തിലുള്ള ബന്ധനങ്ങൾ, എന്നെ കെട്ടിവച്ചിരിക്കുന്ന പൈശാചിക പോരാട്ടങ്ങൾ എന്നിൽ നിന്നും എന്റെ കുടുംബത്തിൽ നിന്നും മാറിപ്പോകണമേ എന്ന് എത്ര മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈശോ ആഗ്രഹിക്കുന്നതാണ്. ഓരോ വർഷം ഞാൻ നോമ്പ് നോക്കുന്നുണ്ട്, ഓരോ വർഷം 50 നോറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈസ്റ്റർ ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ എത്രമാത്രം സന്തോഷിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്? ഈസ്റ്റർ ദിനത്തിൽ പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ, ഈസ്റ്ററിന്റെ ആഘോഷത്തിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എത്രമാത്രം ഹൃദയം തുറന്ന് എനിക്ക് ആനന്ദിക്കുവാൻ സാധിക്കുന്നുണ്ട്? സഹോദര, സഹോദരി, കർത്താവ് നമ്മളെ നോക്കുന്നുണ്ട്. ഞാൻ നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുമ്പോ, ഞാൻ ആലയത്തിൽ പോകുമ്പോൾ, കുരിശിന്റെ വഴി ചെയ്യുമ്പോ, ഹല്ലേലൂയ, പ്രിയമക്കളെ, ഈശോ നോക്കുന്നുണ്ട്. നീയും ഞാനും ഏത് അവസ്ഥയിലാണെന്ന് ഈശോ കാണുന്നുണ്ട്. ഈ അവസ്ഥയൊന്ന് മാറണം, ഈ അവസ്ഥക്കൊരു മാറ്റം വരണം, ഈ അവസ്ഥയ്ക്ക് ഒരു ചലനം വേണം. ഇതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുന്നത് ഇതിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് ധ്യാനിക്കുമ്പോ, ഈ ആലയത്തിലിരുന്നു കൊണ്ട്, ഈ പരിശുദ്ധ ആലയത്തിലിരുന്നു കൊണ്ട്, പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഇവിടെ ധ്യാനിക്കുമ്പോൾ, പ്രിയ സഹോദര, സഹോദരി, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമുണ്ട്. കർത്താവേ, ഞാൻ ഇവിടെ നിന്ന് ധ്യാനിക്കുന്നത്, തിരുവചനം ശ്രമിക്കുന്നത്, നിന്നെ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്റെ ഭൗതിക നേട്ടത്തിന് വേണ്ടിയല്ല. അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ശക്തിപ്പെടുത്തണം. അങ്ങ് എനിക്കൊരു വിടുതൽ തരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതായിരിക്കണം പ്രിയപ്പെട്ടവരെ ഒരു ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്, പ്രത്യേകിച്ച് നോമ്പ് കാലത്ത്. ഞാന് അമ്മയുടെ സന്നിധിയുടെ വന്നിരുന്നുകൊണ്ട് അമ്മയോട് എന്താണ് മധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുക? എന്താണ് പ്രാർത്ഥിക്കുക? അമ്മേ, ഞാൻ ഈ നോമ്പ് കാലത്ത് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോ അമ്മയുടെ തിരുക്കുമാരോട് പ്രാർത്ഥിച്ച് ഈശോയുടെ അഭിഷേകം എന്നിൽ നിറയ്ക്കണമേ എന്ന് എത്ര മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മൾ പലപ്പോഴും ഭൗതിക നേട്ടത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുക. എത്രമാത്രം ഈ അവസ്ഥയിൽ നിന്നും മാറ്റം വേണമെന്ന് എത്ര മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്? എൻ്റെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം എനിക്ക് വേണം. ഇതുപോലെ എനിക്ക് ജീവിച്ചാൽ പോരാ, ഈ അവസ്ഥയിലല്ല ഞാൻ ജീവിക്കേണ്ടത്. സഭ ഇത് തന്നെയാണ് പ്രിയ മക്കളെ ആഗ്രഹിക്കുക. എന്തിനാണ് സഭ നമ്മളെ ഓരോ നോമ്പും നോക്കുവാൻ പ്രേരിപ്പിക്കുന്നത്? നമ്മുടെ അവസ്ഥക്കൊരു മാറ്റം വരണം, നമുക്കൊരു നവീകരണം വേണം, നമ്മൾ ഉയർച്ച പ്രാപിക്കണം. ഭൗതിക ഉയർച്ച മാത്രമല്ല, ആത്മീയ ഉയർച്ച നമ്മൾ പ്രാപിക്കണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതുപോലെ സഭയും ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് ഹല്ലേലൂയ യെശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്? കർത്താവ് ആഗ്രഹിക്കുന്ന ഉപവാസം ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടണം. ഈശോ ആഗ്രഹിക്കുന്നത്, അതിന്റെ ഹെഡിങ് അങ്ങനെയാണ്. യഥാർത്ഥ ഉപവാസം എന്താണെന്ന് അവിടെ കൊടുക്കുകയാണ്. ഞാൻ പ്രധാനപ്പെട്ട ഒരു വാക്യം മാത്രം എടുത്ത് വായിച്ചുള്ളൂ പ്രിയപ്പെട്ടവരെ. ഞാനിത് ഹല്ലേലൂയ നമ്മളിത് വായിച്ച് ധ്യാനിച്ച് ഈ അഭിഷേകം നമ്മൾ പ്രാപിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണെന്ന് അതിന് 7-8 തിരുവചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഉപവാസം? എന്താണ് നോമ്പ്? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഇന്ന് അനേക മക്കള് ഈ ഒരു കെട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മദ്യപാനത്തിന്റെ കെട്ടുകളിൽ നിന്ന് അനേക കുടുംബങ്ങൾ ഇങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. ലഹരി പദാർത്ഥത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അനേക മക്കള് ഇങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. ഓരോ കുടുംബങ്ങളും യഥാർത്ഥമായി ഈശോയെ യഥാർത്ഥമായി ഹൃദയം തുറന്ന് ആരാധിക്കാതെ ഇങ്ങനെ ബന്ധനസ്ഥരായിരിക്കുകയാണ്. എത്ര കുടുംബങ്ങള് ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല? ഞാനും എൻ്റെ പങ്കാളിയും എൻ്റെ മക്കളും ഒരുമിച്ചിരുന്നു കൊണ്ട് എന്തുകൊണ്ട് കർത്താവിനെ ആരാധിക്കുന്നില്ല? സന്തോഷത്തോടെ ആരാധിക്കുന്നില്ല? പരിശുദ്ധ ജപമാല ചൊല്ലുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കുടുംബമായി ചൊല്ലുവാൻ സാധിക്കുന്നില്ല? ഇതാണ് പ്രിയപ്പെട്ടവരെ കാരണം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടണം, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടണം.
ഇത് പൊട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് സ്വതന്ത്രമായി തമ്പുരാനെ ആരാധിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോ ഓരോ ജപത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചൊല്ലുന്ന വ്യക്തിയുടെ മേൽ ഇറങ്ങി വരണമെങ്കിൽ ഈ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു കുടുംബത്തിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ ഈ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇങ്ങനെ? അതോ ഇങ്ങനെ പോയാൽ മതിയോ? ഞാനും എൻ്റെ കുടുംബവും ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? എപ്പോഴും രോഗത്തിന്റെ അവസ്ഥയിലൂടെ, സന്തോഷമില്ലാത്ത ഒരു അവസ്ഥയിലൂടെ, ഭിന്നതയിലൂടെ, വെറുപ്പിലൂടെ, സ്വരച്ചേർച്ചയില്ലാതെ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? ഈശോ ആഗ്രഹിക്കുന്ന അതല്ല പ്രിയപ്പെട്ടവരെ. കലഹിച്ച് ജീവിക്കുവാനുള്ള നമ്മുടെ കുടുംബജീവിതം. കലഹിച്ചു ജീവിക്കാനുള്ളതല്ല നമ്മുടെ കുടുംബജീവിതം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതല്ല, അനേകം നാളുകളായി പരസ്പരം മിണ്ടാതെ സംസാരിക്കാതിരിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. മാതാപിതാക്കൾ മക്കളോട് സംസാരിക്കാത്ത കുടുംബങ്ങളുണ്ട്. അതുകൊണ്ടാണ് പ്രിയമ സഹോദരങ്ങളെ ഈശോ പറയുന്നത്, നിങ്ങൾ യഥാർത്ഥമായി നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന മേല എന്റെ അഭിഷേകം ഇറങ്ങി വരണമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഇതായിരിക്കണം: ഈ അവസ്ഥയിൽ നിന്ന് അപ്പാ എനിക്കൊരു മാറ്റം തരണമേ, അപ്പാ ഈ അവസ്ഥയിൽ എനിക്കൊരു മാറ്റം തരണമേ. വാ തുറന്നാൽ എനിക്ക് അസഭ്യ വാക്കുകളാണ് എൻ്റെ അതിർത്തിലൂടെ വരുന്നത്. ദൈവസന്നിധി ഞാൻ നോയമ്പ് നോക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ജപമാല ചൊല്ലുന്നുണ്ട്. ഒരു നല്ല വാക്ക് പങ്കാളിയോട് സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്റെ കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടെ എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. എന്തേ? ഈ ദുഷ്ടതയുടെ കെട്ട് എന്നിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഈ ദുഷ്ട ശക്തിയാണ് എന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്റെ അതിർത്തിലൂടെ കടന്നു വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോ നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ഈ നോമ്പ് കാലത്ത്, പ്രത്യേകിച്ച് ഞാൻ ഇവിടുന്ന് ധ്യാനിക്കുമ്പോൾ, ഈ ആലയത്തിൽ കടന്നു വന്ന് അമ്മയുടെ സന്നിധിയിൽ വന്ന് ധ്യാനിക്കുമ്പോൾ, അപ്പാ എന്റെ കുടുംബത്തിലുള്ള സകല ബന്ധനങ്ങളെയും സകല കെട്ടുകളെയും സാത്താൻ ബന്ധിച്ചു വെച്ചിരിക്കുന്ന സകല ദുഷ്ടതകളെയും അപ്പ അങ്ങെടുത്തു മാറ്റണമേ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ലൂക്കായുടെ സുവിശേഷം ഇപ്പോൾ വായിച്ചപ്പോൾ കേട്ടല്ലോ നിങ്ങൾ, ആ വ്യക്തിക്ക് ഏകമകനായിരുന്നു. അവനെ ബന്ധിച്ചിരിക്കുന്ന ദുരാത്മാവിനെ ഹല്ലേലൂയ എടുത്തു മാറ്റുവാനോ അവർക്ക് സാധിച്ചില്ല. തന്റെ ഹല്ലേലൂയ ഈശോയുടെ പരിശുദ്ധ ജീവിത കാലത്ത് കർത്താവ് അതുവഴി നടന്നു നീങ്ങിയപ്പോ ഈശോയോട് പറയുക, കർത്താവേ, എനിക്ക് എന്റെ ഏകമകനാണ്. ഇവൻ പലപ്പോഴും തലകറങ്ങി വീഴുന്നുണ്ട്. ഇവന്റെ വായിൽ കൂടെ നുരയും പതയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇവന് സുബോധമില്ല. ഇവനെ ഒന്ന് സുഖപ്പെടുത്തണമേ. എന്നറിയാമോ, ഈ ഭാഗം നിങ്ങളോട് പങ്കുവെക്കുന്നത്, ഇവൻ ഒരു ബന്ധനത്തിലായിരുന്നു. സാത്താന്റെ ഒരു ബന്ധനത്തിലായിരുന്നു. ആ ബന്ധനത്തെ അഴിക്കുവാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരമടിച്ച് ഈശോ ആരാധിക്കാമോ? ശക്തിയോടെ കരമടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. തമ്പുരാന്റെ സന്നിധിയിലേക്ക് ചെന്നപ്പോ, അവൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ, പ്രിയമക്കളെ, ഈശോയുടെ അടുത്ത് പോലും എത്തിയില്ല. അതിനു മുമ്പേ ഈ പൈശാചിക ശക്തി ഇവനെ തള്ളി താഴുവിടുകയാണ്, ഇവനെ ഉപദ്രവിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമക്കളെ, കർത്താവ് അവന്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ഇവനെ വിട്ട് ആ ദുരാത്മാവ് വിട്ടുപോവുകയാണ്. കർത്താവ് അത്ഭുത സൗഖ്യം കൊടുത്ത്
ഈ മകനെ തന്റെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പ്രിയമക്കളെ, ഞാൻ ഈ ഭാഗം നിങ്ങളോട് പങ്കുവെച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോ, നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുമ്പോ ഈശോ നമ്മളിൽ ഇറങ്ങി വരും. നമ്മുടെ ഭവനത്ത് കർത്താവ് ഇറങ്ങി വരും. നമ്മുടെ പ്രവർത്തന മേഖലയിലേക്ക് കർത്താവ് ഇറങ്ങി വരും. ആദ്യം ഈശോയെ നമ്മൾ പ്രാപിക്കുക. നമ്മുടെ നിയോഗത്തെ നമ്മൾ ആദ്യം വെക്കൽ. പ്രിയപ്പെട്ടവരെ, ഈശോയോട് പ്രാർത്ഥിക്കേണ്ടത് ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ തിരുവചനം ശ്രമിക്കുമ്പോൾ ഇങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്. കർത്താവേ, ഈ തിരുവചനത്തിലൂടെ അങ്ങ് എന്നെ പഠിപ്പിക്കുന്നത് പോലെ അങ്ങയുടെ ശക്തിയാൽ, അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണം. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇന്ന ബന്ധനത്തിലായിരിക്കുന്നു, ഈ അവസ്ഥയിലായിരിക്കുന്നു. ഇത് ഈ ഒരു മാറ്റം എനിക്ക് നൽകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി കരമടിച്ചേ, കരമുയർത്തി കരമടിച്ചേ, കരമുയർത്തി ശക്തിയോടെ കരമടിച്ചേ. പ്രൈസ് ദി ലോർഡ്. അടുത്തത് യെശയ്യായുടെ പുസ്തകം 58:6 താഴെ പറയുന്നത്, നുകത്തിന്റെ കയറുകൾ അഴിയണം. എന്താ പ്രിയപ്പെട്ടവരെ നുകമെന്ന് പറഞ്ഞാൽ? നുകമെന്ന് പറഞ്ഞാൽ എന്താണ്? വചനഭാഗത്ത് തന്നെ ഇതിനെപ്പറ്റി, നുകത്തിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തില് എലിയ പ്രവാചകൻ തന്റെ ശുശ്രൂഷയുമായി ഇങ്ങനെ നടന്നു നീങ്ങുമ്പോ ഒരു വരമ്പിലൂടെ, ഒരു കൃഷിയിടത്തിലെ വരമ്പിലൂടെ ഇവൻ നടന്നു നീങ്ങുകയാണ്. അപ്പോ 12 ലൈനായിട്ട് കാളകളെ അവിടെ ഉഴുതുന്നുണ്ട്. ഈ രണ്ട് കാളകളെ ബന്ധിച്ച് 12 ലൈനായിട്ട് ഇങ്ങനെ ഉഴുതുകയാണ്. അതിന്റെ 12ാമത്തെ ലൈനിലാണ് എലിഷ ഉഴുതുന്നത്. ഞാൻ ഈ നുകത്തിനെ പറ്റിയാണ് നിങ്ങളോട് പങ്കുവെക്കുക. നുകമെന്ന് പറയുന്നത് ഈ 2 കാളകളെ ബന്ധിക്കുന്ന ആ തടിയെയാണ് സൂചിപ്പിക്കുക. നുകം എന്ന് പറയുന്നത് ഈ 2 കാളകളെയും വെച്ച് കെട്ടുന്ന ആ തടിക്കഷ്ണത്തെ പറ്റിയാണ് നുകത്തിനെ പറ്റി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ തടിക്കഷ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത് നുകം എന്ന് പറയുന്നത്. അപ്പൊ ഈ 12ാമത്തെ ലൈനിൽ എലിഷ നിന്ന് ഉഴുതുമ്പോ ഏലിയ പ്രവാചകൻ അതുവഴി നടന്നു നീങ്ങുകയാണ്. ഏലിയായുടെ തോളത്ത് കിടന്ന മേലങ്കി എടുത്തുകൊണ്ട് എലിഷയുടെ ദേഹത്തെ എറിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ നോക്കണമേ, എലിഷ അവിടെ നിലം ഉഴുതുകയായിരുന്നു. കാളകളെ 2 ബന്ധിച്ചുകൊണ്ട് കലപ്പെ പിടിച്ചുകൊണ്ട് നിലം ഉഴുതുകയായിരുന്നു. ആ സമയത്താണ് ഏലിയ പ്രവാചകൻ തന്റെ തോളത്തിരുന്ന മേലങ്കി എടുത്ത് എലിഷ പ്രവാചകന്റെ ദേഹത്തിട്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ തുണി അവന്റെ ദേഹത്ത് വീണത് ആ സമയത്ത് തന്നെ ആ കലപ്പ വിട്ട് കാളെ ഉപേക്ഷിച്ച് ഏലിയയുടെ പുറകെ പോവുകയാണ്. അപ്പോ എലിഷ ഏലിയായോട് ചോദിക്കുന്ന ഒരു വാക്കുണ്ട്, ഗുരു, ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും ഒന്ന് ചോദിച്ചിട്ട് വരട്ടെ, അവരെ കണ്ടിട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. ഏലിയ പറഞ്ഞു, അതിന് ഞാനൊന്നും നിന്നോട് പറഞ്ഞില്ലല്ലോ, നിന്നെ ഇഷ്ടം പോലെ നീ ചെയ്യുക. പ്രിയ സഹോദര സഹോദരി, ഞാൻ ഈ ഭാഗം നിങ്ങളോട് വിവരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നുകത്തിന്റെ കയറുകൾ അഴിയണം. ഈശോ പറയുകയാണ്, നുകത്തിന്റെ കയറുകൾ അഴിയണം. എലിഷ, പ്രിയമക്കളെ, ഈ കാളെ വിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് എലിയയുടെ പുറകെ പോവുകയാണ്. അവിടെ അതിന്റെ താഴെ ഭാഗം വായിക്കുന്നുണ്ട്, എലിഷ ആ കാളെ കൊന്ന് അവർക്കെല്ലാം ഭക്ഷിക്കുവാൻ കൊടുത്തു. അവൻ ഉഴുതിരുന്ന കലപ്പയുണ്ടല്ലോ, അത് വെട്ടിക്കീറി തീയിട്ടു. ഹല്ലേലൂയ. പ്രിയമക്കളെ, അവൻ ഉപയോഗിച്ചിരുന്ന കാളെ അവൻ ഉപേക്ഷിച്ചു. അവൻ ഏത് അവസ്ഥയിലായിരുന്നു അത് ഉപേക്ഷിച്ചുകൊണ്ട് ഏലിയ പ്രവാചകന്റെ പിന്നാലെ പോവുക. എന്തിനാണ് പോയത്? കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ. അവൻ എലിഷ ഒരു ബന്ധനസ്ഥനായിരുന്നു, ഒരു നുകം പിടിച്ചുകൊണ്ട് നടക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. നുകത്തിനാൽ ബന്ധിക്കപ്പെട്ടവനായിരുന്നു. ആ നുകത്തെ ഏലിയ പ്രവാചകൻ അഴിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം നിങ്ങളോട് പങ്കുവെക്കുന്നത്, വിവരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ,
ഹല്ലേലൂയ. ഈശോ പറയുകയാണ്, യെശയ്യാ പ്രവാചനത്തിലൂടെ പറയുകയാണ്, നമ്മുടെ നുകങ്ങളുടെ കയറുകൾ അഴിയണം. ഞാനിപ്പോൾ ഏത് നുകത്തിന്റെ ബന്ധനത്തിലാണ് ആയിരിക്കുന്നത്? സഹോദരങ്ങളെ, നമ്മൾ നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ ഭാഗങ്ങളെയൊക്കെ പറ്റി ഒന്ന് ചിന്തിക്കുക. എൻ്റെ ജീവിതത്തെ പറ്റി ഒന്ന് കണ്ണോടിച്ചാട്ട്, ഒന്ന് ഓടിച്ചാട്ട്, ഞാനിപ്പോൾ ഏത് അവസ്ഥയിലാണ് ആയിരിക്കുന്നത്? ഞാൻ ഏതെങ്കിലും നുകത്തിന്റെ ബന്ധനത്തിലാണ് ആയിരിക്കുന്നത്. ആ നുകം ഞാൻ അഴിച്ചു മാറ്റണം ഇന്ന് രാത്രിയിൽ. ഈ പരിശുദ്ധ ആലയത്തിരുന്നു കൊണ്ട് ഈ തിരുവചനം ശ്രമിക്കുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ, എന്നിലുള്ള ഈ നുകത്തിന്റെ കയറുകൾ ഈ രാത്രി അഴിച്ചു മാറ്റണമേ. എങ്കിലേ നിനക്ക് സ്വതന്ത്രമായി കർത്താവിനെ ആരാധിക്കാൻ പറ്റുകയുള്ളൂ. നിനക്ക് സ്വതന്ത്രമായി നിന്റെ പങ്കാളിയോട് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. നിനക്ക് സ്വതന്ത്രമായി നിന്റെ മക്കളോട് ഇടപെടുവാൻ സാധിക്കുകയുള്ളൂ. നിനക്ക് സ്വതന്ത്രമായി നിന്റെ അയൽവക്കാരോട് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. നിനക്ക് സ്വതന്ത്രമായി നിന്റെ ഇടവകയോ വൈദികരോട് നിനക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ഏതെങ്കിലും നുകത്തിന്റെ കയറുകൾ എന്നെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമക്കളെ, സ്വതന്ത്രമായി സംസാരിക്കാൻ പോലും പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകനോട് കർത്താവ് പറയുകയാണ്, ഞാൻ ആഗ്രഹിക്കുന്ന നോമ്പ് ഇതാണ്, ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം ഇതാണ്, നുകത്തിന്റെ കയറുകൾ അഴിയണം. ഓരോ കുടുംബങ്ങളും ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ഓരോ കുടുംബങ്ങളും ഈശോ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണമെങ്കിൽ, ഞാൻ ഈ നുകത്തിന്റെ കയറുകൾ അഴിക്കപ്പെടണം. അത് ഉപവസിച്ച് പ്രാർത്ഥിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായി നോമ്പ് നോറ്റ് പ്രാർത്ഥിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാമോ, നോമ്പ് നോക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 50 ദിവസവും ഈ വെജിറ്റബിൾ മാത്രം കഴിച്ചുകൊണ്ട് ഇരിക്കുകയല്ല. പലർക്കും വലിയ തെറ്റിദ്ധാരണ അങ്ങനെയാണ്. പ്രിയമക്കളെ, ഈ 50 ദിവസവും നീ ദൈവസന്നിധിയിൽ നിന്ന് ആയിരിക്കണം. നിനക്ക് കിട്ടുന്ന സമയത്തെല്ലാം തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് ധ്യാനിക്കണം. അപ്പാ, ഞാൻ ഈ നോമ്പ് നോക്കുന്നത് ഹല്ലേലൂയ എന്റെ ഭൗതിക നേട്ടത്തിനല്ല, അങ്ങയുടെ അനുഗ്രഹം പ്രാപിക്കുവാനാണ്. അങ്ങ് 40 നാൾ നോമ്പ് നോറ്റല്ലോ. ഈശോയെ, എനിക്ക് 40 നാൾ ഉപവസിക്കാൻ പറ്റുകയില്ല. എന്നാൽ അങ്ങയുടെ സന്നിധിയിൽ ഈ 50 നാൾ ഞാൻ ഈ കിട്ടുന്ന സമയത്തൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, എന്റെ അവസ്ഥയൊന്ന് മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഒന്ന് ശക്തമായിട്ടൊന്ന് കരമടിച്ചേ, ശക്തമായിട്ടൊന്ന് കരമടിച്ചേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ക്ഷീണമുണ്ട്, എനിക്കറിയാം. ഞാനിത് 2ാമത്തെ രാത്രി ഉറങ്ങിയിട്ട്. ഇന്നലെ രാത്രി വെളുപ്പിനെ വരെ പ്രയറായിരുന്നു ഞങ്ങളുടെ ഇടവക പള്ളിയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 9 മണി തുടങ്ങി രാവിലെ 5 മണിക്കത്തെ കുർബാനയോട് കൂടിയാണ് വീട്ടിൽ പോയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്ഷീണമൊക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. ആത്മാവ് സന്നദ്ധമാണ്, ശരീരം ബലഹീനമാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ശക്തമായിട്ട് കരം അടിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ രാത്രിയിൽ ഉറക്കമളിച്ച് ഇവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ മാത്രം ദൈവസ്ഥലിൽ വെക്കുക. അപ്പ ഞാൻ ഈ കേൾക്കുന്ന തിരുവചനം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. എൻ്റെ കുടുംബത്തെ ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ കുടുംബ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുകയാണ്. പല പല വേദനകളിലും ഭാരങ്ങളിലും ഞാൻ ആയിരിക്കുന്ന അപ്പാ, അങ്ങ് അറിയാമല്ലോ, അങ്ങേക്ക് എന്നെ അറിയാമല്ലോ. ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് മാറ്റം തരണമേ. ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മാറ്റം തരണമേ. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന് മാത്രമേ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കത്തുള്ളൂ. പരിശുദ്ധ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ശക്തമായി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പരിശുദ്ധി അമ്മയെ കൂട്ടുപിടിക്കുക. അമ്മയോട് പറയാം, അമ്മേ, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല അമ്മേ. അമ്മയുടെ സന്നിധി ഞാൻ ആയിരിക്കുന്നു. അമ്മേ, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. എൻ്റെ അവസ്ഥ ഒന്ന് മാറ്റുവാൻ
അമ്മ തിരുക്കുമാരോട് അപേക്ഷിക്കണേ മാതാവേ. ഇങ്ങനെ ഒന്ന് എളിമപ്പെട്ടുകൊണ്ട് അമ്മയുടെ സന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ. അമ്മ ആ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തൻ്റെ മക്കളുടെ നിലവിളി കേൾക്കുന്ന ഒരു അമ്മയാണ് പരിശുദ്ധി അമ്മ. ഞാൻ അമ്മയെ പറ്റി ഒരുപാട് പങ്കുവെക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതെപ്പോഴെങ്കിലും ഒരു ദിവസം കിട്ടുമെന്നെങ്കിൽ പരിശുദ്ധി അമ്മയുടെ ഒരു ക്ലാസ് നിങ്ങളോട് പങ്കുവെക്കാം. ഹല്ലേലൂയ. അമ്മയോട് പറഞ്ഞാൽ അമ്മ നമ്മുടെ നിലവിളി കണ്ണുനീര് കാണും. ഞാൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാ. ഞാൻ എന്ത് കാര്യമുണ്ടെങ്കിലും അമ്മയുടെ വിമലഹൃദയിലേക്ക് സമർപ്പിക്കും, അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. അമ്മേ, ഞാൻ ഇന്നടുത്ത് പോവുകയാണ് അമ്മേ, അമ്മ എല്ലാ കാര്യങ്ങളും ഒരുക്കണമേ. ഇങ്ങോട്ട് വരുമ്പോഴും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് വന്നത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ശക്തമായി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ലയോ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ലയോ? നിങ്ങൾ മുട്ടുമേൽ നിന്നുകൊണ്ട് പരിശുദ്ധ ജപമാല എടുത്തുകൊണ്ട് കരമുയർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഉറപ്പുള്ള ഇത് ഞാൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണമോ? നിങ്ങൾ പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പക്ഷെ ഈ ഒരു നിയോഗമായിരിക്കണം അമ്മയോട് പറയേണ്ടത്, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. എന്തുകൊണ്ടാണ് പരിശുദ്ധി അമ്മയോട് നമ്മൾ അങ്ങനെ ചോദിക്കുക? പരിശുദ്ധി അമ്മയോട് പരിശുദ്ധാത്മാവിനെ വേണമെന്ന് നമ്മൾ എന്ത് അർത്ഥത്തിലാണ് നമ്മൾ ചോദിക്കുക? പ്രിയമക്കളെ, നമ്മൾ അതൊക്കെ ചിന്തിച്ച് ധ്യാനിച്ചിട്ട് വേണം നമ്മൾ ഓരോ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാൻ. പരിശുദ്ധി അമ്മ നമുക്കറിയാം, ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നില്ല, ആത്മാവിൽ നിറഞ്ഞവളാണ് പരിശുദ്ധി അമ്മ. ഗബ്രിയേൽ മാലാഖ ഇറങ്ങി വരുമ്പോ അമ്മയെ കണ്ടുകൊണ്ട് താണു വണങ്ങി അമ്മയെ സ്തുതിക്കും നമ്മൾ കാണുന്നില്ലേ ലൂക്കായുടെ സുവിശേഷത്തില്? ഹല്ലേലൂയ. ഇതുപോലെ ആത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തി വേറെ ആരുണ്ട്? നമ്മൾ വചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഏത് പ്രവാചകനെ എടുത്ത് നോക്കിയാലും, പുതിയ നിയമത്തിൽ ഏത് വ്യക്തികളെ നമ്മൾ ഏറ്റെടുത്ത് നോക്കിയാലും, കർത്താവിന്റെ ശിഷ്യന്മാരെ നോക്കിയാലും ഇത്രമാത്രം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയില്ല. അതാണ് പരിശുദ്ധി അമ്മ. അതുകൊണ്ടാണ് പറഞ്ഞത്, പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥം വിളിച്ചു പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. കരമടിച്ച് ഈശോ ആരാധിച്ചേ. ശക്തമായി കരമടിച്ച് ഈശോ ആരാധിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഇതെന്നാന്നറിയാമോ? ഈ അനുഭവിക്കുന്ന മക്കളുണ്ടെങ്കിൽ, അമ്മയുടെ മധ്യസ്ഥം വിളിച്ച് പരിശുദ്ധാത്മാവ് നിറയുന്ന മക്കളുണ്ടെങ്കിൽ ശക്തമായിട്ട് കരമടിക്കും. എന്നുവെച്ചാൽ അനുഭവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുറന്ന് കരമടിക്കാമോ? ശക്തമാണെന്ന് കരമടിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിത് പങ്കുവെക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കെട്ടുകൾ പൊട്ടുകയുള്ളൂ, കുടുംബത്തിലെ അസ്ഥകൾ വിട്ടുമാറുകയുള്ളൂ. മുഖത്തിന്റെ കയറുകൾ അഴിയണമെങ്കിൽ ചുമ്മാതെ പ്രാർത്ഥിച്ചാൽ പോരാ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ബലമുണ്ട്, എൻ്റെ പ്രാർത്ഥന ഉന്നതങ്ങളിൽ എത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കും നിങ്ങൾക്ക് ഉണ്ടാകണം. ആ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ കെട്ടുകൾ അഴിഞ്ഞഴിഞ്ഞ് മാറുക. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വരാനിരിക്കുന്ന അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന ഏത് ബന്ധനമാണുള്ളത്, അത് പ്രാർത്ഥനയിലൂടെയാണ് മാറിപ്പോവുക. നമുക്കറിയാം, നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നവർക്കറിയാം, വെള്ളം ഒഴുകി വരുന്ന തോട്, ആ തോടിന്റെ കുറുകെ ഒരു വരമ്പ് കെട്ടിക്കഴിഞ്ഞാൽ വെള്ളം പോവുകയില്ല. ശക്തമായിട്ടൊരു വരമ്പ് അവിടെ അതിന് ക്രോസ് ചെയ്ത് കെട്ടിക്കഴിഞ്ഞാൽ വെള്ളം ഇങ്ങോട്ട് പോവുകയില്ല. ആ വെള്ളം തള്ളി പോകണമെങ്കിൽ, നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് ചെല്ലണമെങ്കിൽ ഈ മട നമ്മൾ പൊളിച്ചു കളയണം, ഈ വരമ്പ് നമ്മൾ പൊളിച്ചു കളയണം. എങ്കിൽ മാത്രമേ അത് കുത്തൊഴുകിലൂടെ നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് പോവുകയുള്ളൂ. ഇത് തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ, എന്നിലേക്കും നിങ്ങളിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവ് ചൊരിയുന്നുണ്ട്. പക്ഷെ എന്നിലേക്ക് കടന്നു വരുന്നില്ല, എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ ഒരു തടസ്സമുണ്ട്, ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. ഹല്ലേലൂയ. ആ ബ്ലോക്കിനെ എടുത്തു മാറ്റണം. എങ്ങനെ എടുത്തു മാറ്റണം? ഇവിടെ തിരുവചനം പഠിച്ചതുപോലെ യഥാർത്ഥമായി ഉപവാസം നമ്മൾ അനുഷ്ഠിക്കണം പ്രിയപ്പെട്ടവരെ. യഥാർത്ഥ നോയമ്പ് നമ്മൾ അനുഷ്ഠിക്കണം. എങ്കിൽ മാത്രമാണ് ആ തടസ്സം വിട്ടുപോകുക. എങ്കിൽ മാത്രമാണ് നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹം കടന്നു വരിക.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തന്നെ ചിന്തിക്കുക. നിങ്ങളുടെ കുടുംബത്തെ പറ്റി, നിങ്ങളെ പറ്റി തന്നെ ചിന്തിക്കുക. നിങ്ങളുടെ പങ്കാളിയെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എൻ്റെ കുഞ്ഞ് ഇപ്പോൾ ഏതവസ്ഥയിലാണ്? എൻ്റെ പങ്കാളി ഇപ്പോൾ ഏതവസ്ഥയിലാണ്? ഞാൻ ഇപ്പോൾ ഏതവസ്ഥയിലാണ്? ഈ നോമ്പ് കാലത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവിടെ വന്ന് ധ്യാനിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടോ? എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടോ? ഈശോ എന്താണ് നമ്മളോട് പറയുന്നത്? ഈശോ ആഗ്രഹിക്കുന്ന നോമ്പ് എന്താണ്? എല്ലാവരും ഒന്ന് മനസ്സിലേക്ക് ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. നമ്മളിത് ചിന്തിക്കാതെ, ഇത് ധ്യാനിക്കാതെ, ഉപവസിച്ചിട്ടോ നോമ്പ് നോറ്റിട്ടോ ഒരു പ്രയോജനമില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഈശോയോട് പറയുന്ന ഒറ്റ കാര്യമാണ് പ്രിയപ്പെട്ട. ഒരുപാട് ഭൗതിക കാര്യങ്ങളുണ്ട്, ഒരുപാട് വേദനയുണ്ട്, നൊമ്പരങ്ങളുണ്ട്, ഒരുപാട് പ്രശ്ന നടുവിലൂടെയാണ് ഞാനും നടക്കുക. നിങ്ങൾ വിചാരിക്കും തിരുവചനം പങ്കുവെക്കുമ്പോൾ, വചനശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ലെന്ന്. ഒരുപാട് പ്രശ്നത്തിലൂടെയാണ് നടക്കുന്നത്. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള ശക്തി നൽകണമേ എന്നാണ് ഈശോയോട് പ്രാർത്ഥിക്കുന്നത്. സഹനങ്ങൾ കടന്നു വരും, ജീവിത അവസാനം വരെയും സഹനം നമ്മളിൽ കടന്നു വരും. ഒരിക്കലും നമുക്ക് എല്ലാം തികഞ്ഞിട്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല. മനുഷ്യ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരും. എന്നാൽ അതിനെ അതിജീവിക്കണം. അതിനുള്ള കരുത്ത് കർത്താവിൽ നിന്നാണ് ലഭിക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. ഞാൻ ഈ ആലയത്തിൽ കടന്നു വരുന്നത്, ഈ ധ്യാന കേന്ദ്രത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത്, ധ്യാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ കരുത്തിന് വേണ്ടിയായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ കൃപ പ്രാപിക്കുവാൻ, കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ശക്തമായി പ്രാർത്ഥിക്കുവാനും വേണ്ടിയായിരിക്കണം നമ്മളിവിടെ ആയിരിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. നമ്മൾ പലപ്പോഴും ഇതിനകത്ത് കൂടുതൽ പേരും നമ്മുടെ ഭൗതിക നേട്ടത്തിനായിരിക്കും ധ്യാനിക്കുന്നത്. അതൊന്നും തെറ്റല്ല, അതൊക്കെ നല്ലത് തന്നെയാണ്, ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി ഈശോ ആഗ്രഹിക്കുന്നത്, എന്നിലും നിങ്ങളും കർത്താവ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എൻ്റെ മക്കളാണ്, എൻ്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിക്കണം. എങ്കിലേ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ, ഈ പാപം നിറഞ്ഞ ലോകത്ത്, ഈ കല്ലും മുള്ളും നിറഞ്ഞ ലോകത്ത് നിങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ശക്തമായിട്ട് കരമടിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇടതും വലം നിൽക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറഞ്ഞേ, ഇടതും വലതും കേട്ട് പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈശോ നിന്നെ അനുഗ്രഹിക്കും. പറയാം, ഇടതും വലം നിൽക്കുന്നവരോട് പറയാം, ഈശോ ഇന്ന് നിന്നെ അനുഗ്രഹിക്കും. ചിരിച്ചോണ്ട് പറഞ്ഞേ, ചിരിച്ചോണ്ട് പറഞ്ഞേ. ചിലരൊക്കെ ഉറക്കം തൂങ്ങിയ പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിരിച്ചോണ്ട് പറ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇരിക്കാം. മൂന്നാമത് ഹല്ലേലൂയ എന്താണ്? മർദ്ദിതരെ സ്വതന്ത്രമാക്കുക. എന്താണ്? മർദ്ദിതരെ സ്വതന്ത്രമാക്കുക. ഈശോ ആഗ്രഹിക്കുന്ന ഉപവാസം, അതായത് നോമ്പ്. ഈശോ ആഗ്രഹിക്കുന്ന നോമ്പെന്ന് പറയുന്നത് മർദ്ദിതരെ സ്വതന്ത്രമാക്കുക. ആരാണ് മർദ്ദിതര് പ്രിയപ്പെട്ടവരെ? ആരാണ് മർദ്ദിതര്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കും ഒരാളെ മറ്റൊരാൾ ഉപദ്രവിക്കുന്ന, ശാരീരികമായി ഉപദ്രവിക്കുന്നത് മാത്രമാണ് മർദ്ദനമെന്ന് പറയുന്നത്. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അതാണ് കടന്നു വരിക. പ്രൈസ് ദി ലോർഡ്. അത് തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഞാൻ പഴയ നിയമത്തിലേക്ക് പോവുകയാണ്. പുറപ്പാടിന്റെ പുസ്തകത്തില് ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ കഴിയുമ്പോൾ അവര് ഒരുപാട് പീഡനം അനുഭവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ആ ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരുവാനും പെട്ടെന്ന് മനസ്സിലാകുവാൻ വേണ്ടിയാണ്.
ഈജിപ്റ്റ് അടിമത്തത്തില് ഇസ്രായേൽ ജനം ആയിരിക്കുമ്പോ അവരെ കൊണ്ട് വേലയെടുപ്പിക്കുക മാത്രമല്ല, അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇസ്രായേൽ മക്കള് ഫറവോന്റെ അടിമത്തിലായിരിക്കുമ്പോ അവരവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. അവരുടെ വേദന അനുഭവിച്ചുകൊണ്ട് അവർ നിലവിളിക്കുകയാ. പ്രിയമക്കളെ, ഈ നിലവിളി ഉണ്ടല്ലോ, പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം അത് 1 മുതൽ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ മർദ്ദനത്തിൽ നിന്ന് അവരെ സ്വതന്ത്രമാക്കുവാൻ തമ്പുരാൻ ഇറങ്ങി വരികയാ. ഇറങ്ങി വന്ന് മോശയെ വിളിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അപ്പോ കർത്താവ് ഇവരുടെ നിലവിളി കണ്ടുകൊണ്ട്, ഇവരെ മർദ്ദിക്കുന്ന കണ്ടുകൊണ്ട്, ഇവരെ അനുഭവിക്കുന്ന പീഡനം കണ്ടുകൊണ്ട് കർത്താവ് ഇറങ്ങി വരികയാ. അപ്പോഴാണ് മോശയെ കർത്താവ് വിളിക്കുന്നത്. അപ്പോഴാണ് മുൾപ്പടപ്പില് അഗ്നിജ്വാല പോലെ കത്തി എരിയുന്നത്. അഗ്നിയായിട്ട് കർത്താവ് ഇറങ്ങി വരികയാ. ആദ്യം മോശ കർത്താവിനെ കാണുകയാ. പ്രിയമക്കളെ, അവിടൊക്കെ മോശയും കർത്താവ് ഒരുപാട് സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ മോശയെ കർത്താവ് നിയോഗിക്കുക, ഈജിപ്തിൽ നിന്ന്, ഈ അടിമത്തിൽ നിന്ന് എന്റെ മക്കളെ രക്ഷിക്കുവാൻ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ ഭാഗം നിങ്ങളോട് പങ്കുവെക്കുന്നത് യെശയ്യാ പ്രവചനത്തിലൂടെ കർത്താവ് നമ്മോട് അരുളി ചെയ്തു, നീ എങ്ങനെയാണ് നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കേണ്ടത്, നീ എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്, നീ എങ്ങനെയാണ് യഥാർത്ഥ നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കേണ്ടത്. 3 കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടണം. 2, മുഖത്തിന്റെ കയർ അഴിയണം. 3, ഹല്ലേലൂയ, മർദ്ദിതരെ സ്വതന്ത്രമാക്കണം. സഹോദരങ്ങളെ, ഞാൻ ഈ ഭാഗം നിങ്ങൾ പങ്കുവച്ചത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിത മേഖലയിൽ അനേക മക്കള് മർദ്ദനത്താൽ അടിമപ്പെട്ട് ജീവിക്കുന്ന അനേക മക്കളുണ്ട്. ഈ മർദ്ദനത്തിൽ സ്വതന്ത്രമാകണമെങ്കിൽ അത് ഉപവസിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ, യഥാർത്ഥ നോമ്പ് നോറ്റ് പ്രാർത്ഥിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. മർദ്ദനമെന്ന് പറയുമ്പോ പൈശാചിക പോരാട്ടങ്ങൾ മാത്രമല്ല, ഒരു മദ്യത്തിന്റെ അടിമത്തത്തിലോ പുകവലിയുടെ അടിമത്തത്തിലോ അനേക നാളുകളായിട്ട് ഇവനെ മർദ്ദിച്ചു കൊണ്ടിരിക്കുകയാ, ഇവന്റെ ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. ഈ ദുരാത്മാവ് ഇവനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. ഈ ദുരാത്മാവിന്റെ മർദ്ദനത്തിൽ കഴിയുകയാ. ഈ മർദ്ദനം മൂലം കുടുംബം നശിക്കുകയാ, പരസ്പര സ്നേഹമില്ലാതെ ജീവിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും മദ്യപാനി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തുണ്ടെങ്കിൽ, ആ കുടുംബത്തിന്റെ വേദന എത്രമാത്രമാണെന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ആ മദ്യത്തിന്റെ ദുരാത്മാവ് ആ വ്യക്തിയിൽ എത്ര നാള് പ്രവർത്തിക്കുന്നുവോ അത്ര നാള് ആ കുടുംബം മർദ്ദനത്തിലാണ് ആയിരിക്കുന്നത്. ശാരീരികമായും മാനസികമായും മർദ്ദനം ഏൽത്തുകൊണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഇതിനൊരു മോചനം വേണ്ടായോ? ഈശോ അതാണ് പറയുന്നത്, മർദ്ദനത്തിൽ നിങ്ങൾ മോചനം വേണം. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മർദ്ദിതരെ സ്വതന്ത്രമാക്കണം. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈശോ ആഗ്രഹിക്കുന്ന ഇതാണ്, മർദ്ദിതരെ സ്വതന്ത്രമാക്കണം. ഈ നോമ്പ് കാലത്തില് എനിക്കത് സാധിക്കുമോ? ഈ നോമ്പ് നാട്ടി പ്രാർത്ഥിക്കുമ്പോ, പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ധ്യാനിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ നിങ്ങളോട് ചോദിക്കുക, ഈശോ തമ്പുരാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കത് സാധിക്കുമോ? ഈ അവസ്ഥയിൽ നിന്ന്, ഈ മർദ്ദത്തിൽ നിന്ന് എനിക്കൊരു മോചനം ലഭിക്കുമോ? ഓ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് മോചിക്കുവാൻ തമ്പുരാൻ ഇറങ്ങി വന്നില്ലേ? അവരുടെ നിലവിളി കേട്ടുകൊണ്ട് ഇറങ്ങി വന്നില്ലേ? അവരുടെ രോദനം കേട്ടുകൊണ്ട് ഇറങ്ങി വന്നില്ലേ? ഇതുപോലെ തന്നെയാണ് ഞാനും നീയും ദൈവസന്നിധിയിൽ ഇരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നിന്നിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് തമ്പുരാൻ ഇറങ്ങി വരും, ഇറങ്ങി വരും. യാതൊരു സംശയമില്ല.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈ തിരുവചനം ധ്യാനിക്കുന്നത് നിങ്ങൾ മാത്രമല്ല, ഞാനും ധ്യാനിക്കുകയാണ്. ഈ ഭാഗം ഞാൻ എടുത്ത് വായിക്കുമ്പോൾ ഈശോ എന്നെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ ഈ ഏതവസ്ഥയിൽ, മർദ്ദനത്തിന്റെ ഏതെങ്കിലും അവസ്ഥയിൽ ഞാൻ ആയിരിക്കുന്നുവെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മോചനം വേണം, എനിക്കൊരു വിടുതൽ വേണം. ഇത് നാം ഓരോരുത്തരും ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ, ആഗ്രഹിച്ച് നിലവിളിച്ചെങ്കിൽ മാത്രമേ ദൈവം അവരിലേക്ക് ഇറങ്ങി വരികയുള്ളൂ. നിലവിളിക്കാതെ ആരും ദൈവം ഇറങ്ങി വരികയില്ല പ്രിയപ്പെട്ടവരെ. വെറുതെ ചുമ്മാതിരുന്നാലൊന്നും തമ്പുരാൻ ഇറങ്ങി വരികയില്ല. ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന മക്കളുടെ മേലാണ് കർത്താവ് ഇറങ്ങി വരുന്നത്. അവിടെ ഈജിപ്തില് ഇസ്രായേൽ ജനം നിലവിളിച്ചപ്പോൾ അവരുടെ നിലവിളി കർത്താവിന് സഹിക്കാൻ പറ്റിയില്ല. കർത്താവ് നേരെ ഇറങ്ങി വരികയാ അവരെ മോചിപ്പിക്കുവാൻ. നിങ്ങൾക്കറിയാമോ, പുറപ്പാടിന്റെ പുസ്തകം വായിക്കുമ്പോൾ കർത്താവ് എത്രമാത്രം ഹല്ലേലൂയ കഷ്ടപ്പെട്ടാണ്, മോശയെ കൊണ്ട് കഷ്ടപ്പെടുത്തിയാണ് അവരെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് മോചിപ്പിച്ചെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രിയ സഹോദരങ്ങളെ, ഈ ഭാഗങ്ങളൊക്കെ നാം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ സഹോദരങ്ങൾ, നമ്മൾ എത്രമാത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കാതെ എങ്ങനെ എൻ്റെ അവസ്ഥ മാറും? ദൈവസന്നിധിയിൽ നാം ഈ രീതിയിൽ പ്രാർത്ഥിക്കാതെ എങ്ങനെയാണ് ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടാവുക? ഞാൻ ധ്യാന കേന്ദ്രത്തിൽ കടന്നു വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നേർച്ചയൊക്കെ ഇടുന്നുണ്ട്, പറയുന്ന രീതിയിലൊക്കെ ആവുന്ന രീതിയിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ സഹോദര സഹോദരി, ഹല്ലേലൂയ, എനിക്കൊരു യഥാർത്ഥ ഒരു മാറ്റം വരണമെങ്കിൽ, എനിക്ക് യഥാർത്ഥമായ ദൈവത്തിന്റെ അഭിഷേകം എനിക്ക് ലഭിക്കണമെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നോമ്പ് നോറ്റ് നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ആയിരിക്കണം. നമ്മളിവിടെ ആയിരുന്നുകൊണ്ട് നാളെ ഭവനത്തിൽ പോയിട്ട് എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കുവാനല്ല, എനിക്ക് തോന്നി പോലെ ജീവിക്കുവാനല്ല. ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ എനിക്ക് സാധിക്കണം. ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കണം. അതെനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഓർക്കുക, ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഈ കെട്ട് എന്നിൽ നിന്ന് അഴിഞ്ഞ് മാറിയിട്ടില്ല. ഈ മുഖം അഴിഞ്ഞു മാറിയിട്ടില്ല. ഈ മരണത്തിൽ നിന്ന് എനിക്ക് മോചനം ലഭിച്ചിട്ടില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുക? പ്രിയമക്കളെ, ഇസ്രായേൽ ജനം നിലവിളിച്ചതുപോലെ തമ്പുരാന്റെ സന്നിധിയിൽ നാമും നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ഇസ്രായേൽ ജനം നിലവിളിച്ചതുപോലെ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. നിലവിളിക്കുമ്പോൾ ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ കർത്താവ്. ജീവനുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ വിചാരിക്കും, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ലയോ? തീർച്ചയായിട്ടും പ്രിയ മക്കളെ, കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവനിൽ നിന്ന് എന്നിലേക്ക് അനുഗ്രഹം കടന്നു വരുന്നില്ല? അവന്റെ കരം എന്തുകൊണ്ട് എൻ്റെ മേൽ കടന്നു വരുന്നില്ല? അനുഗ്രഹത്തിന്റെ ആ കരം എന്തുകൊണ്ട് എന്നിലേക്ക് കടന്നു വരുന്നില്ല? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ഞാൻ യഥാർത്ഥമായി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുന്നില്ല. ഞാൻ ഇപ്പോഴും പാപത്തിന്റെ മേഖലയിൽ ജീവിക്കുകയാണ്, പാപത്തിന്റെ ബന്ധനത്തിലായിരിക്കുകയാണ്. ചില പാപങ്ങൾ എനിക്ക് ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നില്ല. എന്തേ ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നില്ല? നീ കുമ്പസാരിക്കുന്നില്ലേ? പരിശുദ്ധ ബലി പങ്കെടുക്കുന്നില്ലേ? വീണ്ടും എന്തുകൊണ്ട് നീ ഉപേക്ഷിക്കുന്നില്ല? വീണ്ടും എന്തുകൊണ്ട് പാപത്തെ താലോലിക്കുന്നു? വീണ്ടും എന്തുകൊണ്ട് ആ പാപത്തെ പറ്റി ചിന്തിക്കുന്നു? ഒറ്റ കാര്യം നമ്മൾ ആദ്യം വായിച്ച വചനമാണ്. ഹല്ലേലൂയ, കെട്ടുകൾ പൊട്ടിയിട്ടില്ല. ഹല്ലേലൂയ, നുകത്തിന്റെ കയറുകൾ അഴിഞ്ഞിട്ടില്ല. ഇത് മാറണമെങ്കിൽ പ്രിയ സഹോദര സഹോദരി, ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാമോ, 19 വർഷങ്ങൾക്ക് മുമ്പ്
ഞാൻ വലിയൊരു പാപത്തിന്റെ അടിമയാണ്, മദ്യത്തിന്റെ അടിമയായ ഒരു വ്യക്തിയാണ്. ദൈവസന്നിധിയിൽ നിലവിളിച്ച ഹല്ലേലൂയ. പ്രിയമക്കളെ, എത്രമാത്രം ഇരുന്ന് നിലവിളിക്കാമോ? ആൽത്താരയിൽ നിന്നുകൊണ്ട് വൈദികൻ പറയും, മക്കളെ നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്ക. നിങ്ങളുടെ ബന്ധനം അഴിഞ്ഞു മാറണമെങ്കിൽ നിങ്ങൾ നിലവിളിക്ക. പ്രിയ സഹോദരങ്ങളെ, ആദ്യത്തെ ധ്യാനത്തിൽ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു ഈ പൈശാചിക ബന്ധനം വിട്ടുപോകുവാൻ, എന്റെ കുടുംബത്തെ തകർന്ന ഈ ബന്ധനം വിട്ടുപോകുവാൻ. അതിന്റെ ഫലമായി പ്രിയമക്കളെ, ഞാൻ തന്നെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുക എന്റെ ശരീരം വിട്ടുപോകുന്നത് പൈശാചിക പോരാട്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ പ്രിയപ്പെട്ടവരെ. എനിക്ക് എന്റെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നില്ല എങ്കിൽ ഓർക്കുക, എന്നിൽ എന്തോ ബന്ധനമുണ്ട്, എന്തോ തടസ്സമുണ്ട്. ആ തടസ്സം മാറിപ്പോകണം. അത് മാറിപ്പോകണമെങ്കിൽ സഹോദരങ്ങളെ, ദൈവസന്നിധി നിലവിളിക്കണം. നിങ്ങൾക്കറിയാമോ, ഈജിപ്തിന്റെ അടിമത്തത്തിൽ ഇസ്രായേൽ ജനം കടക്കുമ്പോ അവരുടെ വേദന കർത്താവ് കാണുകയാണ്, അവരുടെ നിലവിളി കർത്താവ് കാണുകയാണ്. അത് കണ്ട് സഹിക്കാതെ വയ്യാതെ കർത്താവ് അവരെ അവിടുന്ന് മോചിപ്പിക്കാനുള്ള പോരാട്ടം തുടങ്ങുകയാണ്. അനേകം നാളുകളായി നിന്റെ കുടുംബത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുവോ? ഈ പോരാട്ടം അനേകം നാളുകളായി നീ അനുഭവിക്കുന്നുണ്ടോ? നിന്റെ നിലവിളി നിർത്തരുത്. അതിശക്തമായി നീ നിലവിളിച്ചു പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തും. ഞാൻ എപ്പോഴും പറയും, പ്രിയമക്കളെ, നിങ്ങൾ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. പക്ഷേ പ്രാർത്ഥിക്കേണ്ട രീതിയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കേണ്ട രീതിയിൽ പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രിയമക്കളെ, സകല കെട്ടുകളും ബന്ധനങ്ങളും അഴിഞ്ഞു മാറും. പിന്നെ നിങ്ങൾക്ക് സ്വതന്ത്രമായി ശക്തമായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാത്താന് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഞാൻ ഒരിടത്ത് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അപ്പോ തലേദിവസം അച്ഛൻ തലേ കവിച്ചൊക്കെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ആ ആലയത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വല്ലാത്തൊരു വിമിഷ്ടം വന്നു. ഭയങ്കര ഞാനിപ്പോൾ എന്ത് എനിക്ക് സംഭവിക്കാൻ എനിക്കറിയത്തില്ല. ശ്വാസം വിടാൻ വയ്യ, വല്ലാത്തൊരവസ്ഥ. ഈ ഒരാഴ്ച മുമ്പുള്ള കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇങ്ങനെ ഇരിക്കുക, ഞാൻ ഇപ്പോഴും അവിടെ താഴെ വീണ് പോകുന്നുള്ള ഒരവസ്ഥയിലായിരിക്കുകയായിരുന്നു. കർത്താവ്, ഞാൻ എന്താ ചെയ്യുക? ഞാനിപ്പം എനിക്കെന്ത് സംഭവിക്കുമെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഉടനെ ഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയെ വിളിച്ചു. അമ്മേ, എന്നോട് കരുണ കാട്ടണമേ. അമ്മ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ അസ്വസ്ഥ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. അങ്ങനെ ഒരു നന്മ നിറഞ്ഞ മറിയുമ്പോൾ ഒരു 10 പ്രാവശ്യം അങ്ങ് ചൊല്ലി. പ്രിയമക്കളെ, ആ നിമിഷം എന്നിൽ നിന്ന് വിട്ടുമാറി. ഒന്ന് കരമടിച്ചു ആരാധിക്കാമോ? ശക്തമായിട്ടൊന്ന് കരമടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമക്കളെ, ഏത് ബന്ധനങ്ങളിൽ നിന്നും ഏത് അവസ്ഥയിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പലപ്പോഴും നമ്മൾ അത് ധ്യാനിക്കാതെ ഓരോ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. മഹിമയുടെ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് ഓരോ രഹസ്യം നമ്മൾ സമയമെടുത്ത് ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ ഞാൻ കണ്ടിട്ട് ഒരു രഹസ്യം ചൊല്ലി കഴിയുമ്പോൾ ചിലവർ 53 മണി കഴിഞ്ഞു. ഞാനൊരു രഹസ്യം കഴിഞ്ഞിട്ടില്ല, 53 മണി കഴിഞ്ഞു. എങ്ങനെ അനുഗ്രഹം കിട്ടും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചൊല്ലി തീർക്കുകയല്ല പ്രിയപ്പെട്ടവരെ, ധ്യാനിച്ചു ചൊല്ലണം. തീരരുതേ, ഈ ജപമാല തീരരുതേ എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ചൊല്ലുവാൻ. എന്നറിയാമോ? ദൈവ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഒന്നുകൂടെ കരമടിച്ചേ, ശക്തമാണെന്ന് കരമടിച്ചേ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒന്ന് പാടി ആരാധിച്ചാലോ? ഒന്ന് പാടി ആരാധിച്ചാലോ? പ്രൈസ് ദി ലോർഡ്. ഒന്ന് പാടിയതിനു ശേഷം ദൈവസ്നേഹത്തെ പറ്റി കൂടെ ഒരു വചനം പങ്കുവെക്കാൻ നിങ്ങളോട് അത്ര സമയം കൂടെ ഉള്ളൂ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ശക്തമായിട്ട് ഒന്ന് കരമടിച്ച് എഴുന്നേറ്റ് നിൽക്കാമോ? ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ, ശക്തി പ്രാപിക്കട്ടെ, കർത്താവിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ, സകല മക്കളുമേലും ഈശോയുടെ അനുഗ്രഹം പ്രാപിക്കട്ടെ. ശക്തമായിട്ടൊന്ന് കരമടിച്ചേ, ശക്തമായിട്ടൊന്ന് കരമടിച്ചേ. പുറകില് 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 എല്ലാവരും ശക്തമായിട്ടൊന്ന് കരമടിച്ചേ. ശക്തിയോടെ 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 അഭിഷേകത്തോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ ശക്തമായി കരമടിച്ചേ, ശക്തിയോടെ ശക്തിയോടെ. യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവനെയോ ആടിപ്പാടി യേശു നല്ലവൻ, ഇടതും വലതും നോക്കിക്കണ്ട. അവനെയോ എന്നുള്ളത് പേരുവെള്ളത്തിൽ
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നുകൂടെ ശക്തമാണെന്ന് കരമടിച്ചേ, ശക്തമായിട്ട് കരമടിച്ചേ. ജീവനോടെ, ജീവനോടെ, ശക്തിയോടെ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈശോയ്ക്ക് നമ്മളോട് സ്നേഹമുണ്ടോ? ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് പിതാവായ ദൈവത്തിന് തൻ്റെ മക്കളോട് സ്നേഹമുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉണ്ടോ? ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം നമുക്ക് വായിക്കാം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും, ശ്രദ്ധിച്ചു കേൾക്കണം, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഒന്ന് കാര്യമായിട്ട് ജീശോ ആരാധിച്ചേ. ശക്തിയോടെ കരമടിച്ചേ മക്കളെ. പ്രൈസ് ദി ലോർഡ്. ഈ കരമടി ഉണ്ടല്ലോ, ആർക്ക് കേൾക്കാന്? ഇവിടെ ആർക്കും കേൾക്കണ്ട. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കരമടിക്കുന്നത് തമ്പുരാന്റെ സന്നിധിയില്ല. കർത്താവ് അത് കേൾക്കുന്നുണ്ട്. കരമടിക്കുക എന്ന് പറയുന്നത് കർത്താവിനെ ആരാധിക്കുകയാണ്. ദൈവസന്നിധിയിൽ നമ്മൾ കരമടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ അത് കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ചിന്തയിലൂടെ ആയിരിക്കണം നമ്മൾ കരമടിക്കേണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കും എനിക്കിവിടെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ കരമടിക്കാൻ. പ്രിയ മക്കളെ, കഴിഞ്ഞ ആഴ്ച ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്കറിയാം എൻ്റെ കൈ ഒടിയുന്ന പോലായിപ്പോയി. എൻ്റെ പത്തിയുടെ എല്ലൊക്കെ ഇപ്പോഴും വേദനയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ നിന്ന് അച്ഛൻ അത് പറയുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ശുശ്രൂഷിക്കുന്ന ബ്രദർ പറയുമ്പോൾ എത്രമാത്രം ശക്തിയുണ്ടോ അത്രമാത്രം ശക്തിയോടെ നമ്മൾ കരമടിക്കുക. എന്നറിയോ, ഞാൻ ആ വൈദികൻ കേൾക്കാനോ ബ്രദർ എൻ്റെ അടുത്തിരിക്കുന്നോ കേൾക്കാനല്ല, എൻ്റെ ഈശോയെ ഞാൻ ആരാധിക്കുക, എൻ്റെ കർത്താവിനെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടെ കരമടിക്കാമോ ശക്തിയോടെ? പ്രൈസ് ദി ലോർഡ്. അപ്പോ പിതാവായ ദൈവത്തിന് തൻ്റെ മക്കളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്നാണ് ഞാനിപ്പോൾ വായിച്ചത്. തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്നാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. നിങ്ങൾ കുരിശിന്റെ വഴിയൊക്കെ നടത്തുന്നുണ്ടല്ലോ അല്ലേ? ഇന്നലെ കുരിശിന്റെ വഴി നടത്തിയില്ലേ വെള്ളിയാഴ്ച? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് കുരിശിന്റെ വഴി നടത്തുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ധ്യാനിക്കുക? ഓരോ രഹസ്യങ്ങൾ, ഓരോ സ്ഥലങ്ങൾ ചൊല്ലുമ്പോൾ, ഓരോ സ്ഥലത്തെത്തുമ്പോൾ നിങ്ങൾ ഏത് വിധത്തിലാണ് ധ്യാനിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലവരൊക്കെ കരയാറുണ്ട്. ഇന്നലെ ഞങ്ങൾ രാത്രി ഇരുന്ന് നൈറ്റ് വിജിലിന്, ഹല്ലേലൂയ, ഇത് ഞങ്ങൾ വെളുക്കാറായപ്പോൾ കുരിശിന്റെ വഴി ചൊല്ലി. അപ്പോൾ ഒരാൾക്ക് വലിയ സങ്കടം വന്നു. ഒരുപാട് ഇത് ചൊല്ലിയപ്പോൾ കരച്ചിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഈശോയുടെ അന്നത്തെ ആ വേദന ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു കാണും. അതുമൂലമായിരിക്കാം സങ്കടം വന്നത്. യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വേദനയെ പറ്റിയാണോ നമ്മൾ സങ്കടപ്പെടേണ്ടത്? ഈശോയുടെ വചനം വായിക്കുമ്പോൾ, ഈശോയുടെ വചനത്തെ ധ്യാനിക്കുമ്പോൾ, ഈശോയെ ധ്യാനിക്കുമ്പോൾ ഞാൻ എന്തിനാ കരയേണ്ടത്? യഥാർത്ഥത്തിൽ കർത്താവ് നമുക്ക് പീഡകൾ സഹിച്ചു, കർത്താവ് നമുക്ക് വേദന സഹിച്ചു, അവൻ സകലം സഹിച്ചു നമ്മളെ രക്ഷിച്ചു. എന്നാൽ ഞാൻ എന്തിനാ കരയേണ്ടത്? എന്തിനാ കരയേണ്ടത്? പ്രൈസ് ദി ലോർഡ്. പ്രിയ മക്കളെ, ഞാൻ കരയേണ്ടത്, ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പേ ഈ ഇതിനെപ്പറ്റി ധ്യാനിച്ചപ്പോൾ, ഈ കുരിശിൻ്റെ വഴിയെപ്പറ്റി ധ്യാനിച്ചപ്പോൾ ഈശോ എനിക്ക് തന്ന ഒരു ആലോചനയാണ്. നാം ഓരോരുത്തരും ഈ കുരിശിൻ്റെ വഴി ചൊല്ലുമ്പോൾ നമ്മൾ സങ്കടപ്പെടേണ്ടത് എന്തിനാണെന്നറിയാമോ? ഞാൻ ഓരോ
സ്ഥലങ്ങൾ ചൊല്ലി പിന്നിടുമ്പോഴും ഞാൻ വ്യക്തിപരമായി ചിന്തിക്കണം. ഞാൻ വീണ്ടും അന്ന് കർത്താവിനെ ആ പടയാളികൾ അടിക്കുമ്പോ ആ അടി വീണ്ടും ഞാൻ എൻ്റെ കർത്താവിനെ അടിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടിയാണല്ലോ, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണല്ലോ കർത്താവ് പീഡകൾ സഹിച്ചത്. ഇതെല്ലാം സഹിച്ചത് വീണ്ടും വീണ്ടും എൻ്റെ കർത്താവിൻ്റെ ചുമലിലേക്ക്, എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് അടിക്കുന്നുണ്ടോ? കുന്തമിട്ട് കുത്തുന്നുണ്ടോ? ഇതിനായിരിക്കും നമ്മൾ കരയേണ്ടത്. ഞാൻ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഓരോ പാപം ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ കർത്താവിനെ അടിക്കുകയാണ്. അന്ന് പടയാളികൾ അടിച്ചതിനെക്കാട്ടും വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ കർത്താവിനെ അടിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവസാനം അവന്റെ ചങ്കിൽ കൊണ്ടുവന്നൊരു ഒരു പടയാളി വന്ന് കുന്തമണ്ട് കുത്തുന്നുണ്ട്. അവസാന തുള്ളി രക്തവും വെള്ളവും കർത്താവ് നമുക്ക് ഒഴുകി തരുകയാ. വീണ്ടും അവന്റെ പള്ളക്കിട്ട് നമ്മൾ കുത്തുന്നുണ്ടോ? മക്കളെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കുരിശിന്റെ വഴി ചൊല്ലുമ്പോ ഞാനും നിങ്ങളും ധ്യാനിക്കേണ്ടതാ. പിതാവായ ദൈവം പ്രിയമക്കളെ പറഞ്ഞു വെക്കുന്നത് എന്താണെന്നറിയാമോ? ഇപ്പോൾ ഞാൻ നിങ്ങളോട് വായിച്ച യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം എന്താണ്? എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും, ആരിൽ വിശ്വസിക്കുന്നവനാണ്? പിതാവായ ദൈവത്തിൽ, പുത്രനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, ഒരെണ്ണം നശിച്ചു പോകലെന്നാണ് ഈശോ പറയുന്നത്. ഒരെണ്ണം നശിച്ചു പോകല്. അത്രമാത്രം എന്നെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ പറയാറില്ലേ, എന്റെ പങ്കാളി എന്നെ സ്നേഹിക്കുന്നില്ല, എന്റെ കുഞ്ഞുങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല, എന്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല. ഞാൻ മറ്റുള്ളവരെ പല രീതിയിൽ നമ്മൾ സഹായിച്ചിട്ടുണ്ട്, അവരെന്നെ കരുതുന്നില്ല, സ്നേഹിക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹം നമുക്ക് കിട്ടുന്നില്ല എന്ന് നമ്മൾ പരാതി പറയാറില്ലേ? എന്നാ പ്രിയപ്പെട്ടവരെ ഓർക്കുക, അതിനേക്കാൾ അപ്പുറം നിന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്, ഒരു അപ്പനുണ്ട്. ഈ ധ്യാനം, ഈ നോമ്പ് കാലത്ത് നമ്മൾ ധ്യാനിക്കേണ്ട വിഷയ സഹോദരങ്ങളെ. തന്റെ ഏക മകനെയാണ് നമുക്ക് വലിച്ചെറിഞ്ഞു തന്നത് ഈ ഭൂമിയിലേക്ക്. എന്തിനാണെന്നറിയാമോ? നിത്യജീവൻ പ്രാപിക്കാൻ, ഒരെണ്ണം നശിച്ചു പോകാതിരിക്കുവാൻ, ഒരൊറ്റ വ്യക്തി പോലും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി തന്റെ ഏകജാതനെ കർത്താവ് നമുക്ക് നൽകി. ഈ നോമ്പ് കാലങ്ങളിൽ നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ്. അത്രമാത്രം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹം ഒരു മനുഷ്യനിലേക്ക് ഇറങ്ങി വരുമ്പോ, ദൈവത്തിന്റെ സ്നേഹം ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങി വരുമ്പോ, ആ വ്യക്തിക്ക് യഥാർത്ഥമായി തൻ്റെ പങ്കാളിയെ സ്നേഹിക്കാൻ പറ്റും, തൻ്റെ കുടുംബത്തെ സ്നേഹിക്കാൻ പറ്റും, മറ്റുള്ളവരെ, തന്നെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും. നമുക്ക് പലപ്പോഴും നമ്മളെ ഉപദ്രവിക്കുന്ന സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്താ സ്നേഹിക്കാൻ പറ്റാത്തെ? ഞാൻ യഥാർത്ഥമായി എൻ്റെ അപ്പനെ സ്നേഹിക്കുന്നില്ല. എൻ്റെ അപ്പൻ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ആ സ്നേഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് എന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയോ അവരെ സ്നേഹിക്കാതിരിക്കുന്നത്. ഈശോ അതല്ലേ ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്? 7 കാര്യങ്ങളാണ് കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്. അതിലൊരു വാക്യം നിങ്ങളോട് പറയുകയാണ്. അവരോട് കർത്താവിനോട്, പിതാവായ ദൈവത്തോട് പുത്രൻ പറയുകയാണ്, കുരിശിൽ പറയുകയാണ്, ഇവര് ചെയ്യുന്നത് ഇവര് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവര് ചെയ്തു കൂട്ടുന്നത് ഇവർ അറിയുന്നില്ല. പിതാവേ, ഇവരോട് പൊറുക്കണമേ. എനിക്കും നിനക്കും പറയാൻ പറ്റുന്നുണ്ടോ എന്നെ ഉപദ്രവിക്കുന്നവരോട്? അപ്പാ, ഇവരെന്നെ ഉപദ്രവിക്കുന്നുണ്ട്, ഇവരറിയുന്നില്ല ഇവരെന്നോട് എന്താ ചെയ്യുന്നത്. ഇവരോട് പൊറുക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ. എന്നെ ഉപദ്രവിക്കുന്നവരോട് നമുക്ക് പൊറുക്കാൻ പറ്റുന്നുണ്ടോ സഹോദര, സഹോദരി? ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി? ഈശോയെ, ഇവരോട് കരുണയായിരിക്കണമേ. ഇവർക്ക് അറിവില്ലായ്മ മൂലമാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്, ഇവരെന്നെ ചീത്ത വിളിക്കുന്നത് ഇവർ അറിവില്ലായ്മ മൂലമാണ്. അപ്പാ, ഇവരോട് പൊറുക്കണമേ. നീ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിലേക്ക് ദൈവ അനുഗ്രഹം കടന്നു വരും. അതായിരിക്കും നിനക്ക് തടസ്സം. ദൈവാനുഗ്രഹം കടന്നു വരുവാൻ അതായിരിക്കും തടസ്സം. നിന്നെ ഉപദ്രവിക്കുന്നവന് നീ പ്രാർത്ഥിക്കുന്നില്ല, അതായിരിക്കാം. ഈശോ
ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാത്തത് മൂലം ആയിരിക്കാം ഒരു തടസ്സം ഉണ്ടാകുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ മനോഭാവമായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും. ഈശോ എങ്ങനെ ഈ ലോകത്ത് ജീവിച്ചുവോ, 33.5 വർഷക്കാലം ഈശോ എങ്ങനെ ആയിരുന്നുവോ, എപ്രകാരം ജീവിച്ചോ, അതുപോലെ ആയിരിക്കണം ഓരോ ക്രിസ്ത്യാനിയും, ഓരോ കത്തോലിക്കനും. ഈശോ അതാണ് പറയുന്നത്. ഈശോ അതാണ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. ഞാൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും ആയിരിക്കുക. കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് കർത്താവിന് ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുവാൻ സാധിച്ചു? എത്ര പേര് കർത്താവിനെ ഉപദ്രവിക്കാൻ നോക്കി. പീഡാസനത്തിന് മുന്നായിട്ട് പലപ്പോഴും അവനെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടില്ലേ? കൂടെ നടന്നവര് തള്ളിപ്പറഞ്ഞില്ലേ? ഒറ്റിക്കൊടുത്തില്ലേ? എന്നിട്ടും കർത്താവ് തള്ളിപ്പറഞ്ഞവനെ തഴഞ്ഞോ? ചേർത്ത് നിർത്തിയില്ലേ? പ്രധാന സ്ഥാനത്തിരുത്തിയില്ലേ? എന്തേ എനിക്കും നിങ്ങൾക്ക് സാധിക്കുന്നില്ല? പ്രിയ സഹോദര സഹോദരി, ദൈവസ്നേഹം എന്നിലേക്ക് നിറയപ്പെടുന്നില്ല. ദൈവസ്നേഹം നമ്മളിലേക്ക് നിറയപ്പെടുന്നില്ല. എൻ്റെ പങ്കാളി എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ഒന്ന് തല്ലിയെങ്കിൽ അതെനിക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഓർക്കുക, ദൈവസ്നേഹം എന്നിലേക്ക് നിറഞ്ഞിട്ടില്ല. എത്ര ദിവസമായി ധ്യാനിക്കുന്നു, എത്ര ദിവസമായി പ്രാർത്ഥിക്കുന്നു, എന്തേ ദൈവസ്നേഹം നിറയുന്നില്ല? എന്തേ ദൈവസ്നേഹം നിറയുന്നില്ല? പ്രിയമക്കളെ, ഇത് നിറയണമെങ്കിൽ, ദൈവസ്നേഹത്തിൽ നിറയപ്പെടണമെങ്കിൽ, ഹല്ലേലൂയ, എന്നിലേക്ക്, ഞാൻ കർത്താവിലേക്ക് അടുക്കുവാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം. അതിന് തടസ്സം നിൽക്കുന്ന ഏത് മേഖലയാണെങ്കിലും എന്ത് വില കൊടുത്തും അതിനെ തകർക്കുവാനുള്ള ശക്തി സംഭരിക്കണം. എങ്കിൽ മാത്രമേ ദൈവസ്നേഹം കടന്നു വരികയുള്ളൂ. പിതാവായ ദൈവം എന്താണ് പറഞ്ഞത്? തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം ഞാൻ ലോകത്തെ സ്നേഹിച്ചു. പ്രിയ സഹോദര സഹോദരി, തിരുവചനത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അത്രമാത്രം അപ്പൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പലരും പറയുന്നത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന്. നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ സ്നേഹം നുകർന്നാലുണ്ടല്ലോ, പങ്കാളിയുടെ സ്നേഹം നമുക്ക് വലിയൊരു വിലയില്ല. നമുക്ക് എത്ര വലിയ കാര്യമായിട്ട് തോന്നത്തില്ല. ഈശോയുടെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് നിറയപ്പെടുമ്പോ, എൻ്റെ ഈശോ എൻ്റെ ഒപ്പം ഇരിക്കുമ്പോ, അവന്റെ സ്നേഹം നുകർന്നുകൊണ്ട് ഞാൻ ജീവിക്കുമ്പോ, അവന്റെ സ്നേഹത്തിൽ ഞാൻ വളരുമ്പോ, അവന്റെ സ്നേഹത്തിൽ ഞാൻ നടക്കുമ്പോ, അവന്റെ സ്നേഹത്തിൽ ഞാൻ ജീവിക്കുമ്പോ, ഈ ലോകത്തിന്റെ സ്നേഹം നമുക്ക് ഒരു വിലയില്ല പ്രിയപ്പെട്ടവരെ. നമ്മളത് വകവെക്കത്തില്ല. അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. എന്നാൽ ആ വ്യക്തിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, ഞാൻ ആദ്യമായിട്ട് 19 വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനം കൂടുമ്പോ, ഹല്ലേലൂയ, ഞാൻ ആദ്യം പോയിട്ട് ഞാൻ കണ്ടമാൻ ഉപദ്രവിച്ച ഒരു വ്യക്തിയെ പോയി കാണുകയാണ്. വലിയൊരു കേസും വഴക്കുണ്ടായിരുന്ന ഒരു വ്യക്തിയെ പോയി കാണുകയാണ്. വലിയൊരു അടിപിടി കേസിലെ ഒരു വ്യക്തിയെ പോയി കാണുകയാണ്. എന്നെ കണ്ടപ്പോൾ ആദ്യം പേടിച്ചൊക്കെ പോയി. ഹല്ലേലൂയ. ആ വ്യക്തിയെ ഞാൻ കെട്ടിപ്പിടിച്ചു. ഒരു ഹൈന്ദവ സഹോദരന്. 2-3 വർഷക്കാലം ഞങ്ങൾ കേസ് പറഞ്ഞതാ. പക്ഷേ എൻ്റെ ഈശോയുടെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നപ്പോ ഒന്നും അല്ലെന്ന് എനിക്ക് മനസ്സിലായി സഹോദരങ്ങളെ. അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ഹല്ലേലൂയ. അവൻ എന്നിലേക്കുള്ള എല്ലാം വൈരാഗ്യം വിട്ടുപോയി. എന്നിലേക്കുള്ള എല്ലാ വൈരാഗ്യം വിട്ടുപോവുകയാണ്. ആ മുഖത്തെ ഒരു ചിരി കാണണം, പ്രസാദം കാണണമായിരുന്നു. സഹോദരങ്ങളെ, അന്ന് തൊട്ട് കർത്താവിനെ അനുഗ്രഹിക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് എന്നെ കർത്താവ് അഭിഷേകം ചെയ്യാൻ തുടങ്ങി. പ്രിയമക്കളെ, ആരെന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊന്നും ഇല്ലാതാ, എനിക്കൊന്നും കേൾക്കത്തില്ല. ഞാനത് കേൾക്കത്തില്ല. എന്നറിയാമോ, ഈശോയുടെ സ്നേഹം നിറയപ്പെടുമ്പോ, ഈശോയെ നമ്മൾ അറിയുമ്പോ, ഈശോയുടെ ആ കരുതല്, അവന്റെ ആ വലിയൊരു സംരക്ഷണമുണ്ടല്ലോ, അത് നമ്മൾ അനുഭവിക്കുമ്പോ ഈ ലോകത്തിൻ്റെതായ ഒരു ബന്ധവും നമ്മളെ തൊടുകയില്ല. അതാണ് ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത്. അതാണ് പിതാവായ ദൈവം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കണം അത്രമാത്രം ഞാൻ നിങ്ങളെ സ്നേഹിച്ചു.
എന്നിട്ടും നാം വീണ്ടും പാപത്തിലേക്ക് വഴുതി പോവുകയാണ്. വീണ്ടും നമ്മൾ പാപത്തിലേക്ക് വഴുതി പോവുകയാണ്. വീണ്ടും നമ്മൾ കർത്താവിനെ വേദനിപ്പിക്കുക. എന്നിട്ടും കർത്താവ് നമ്മളെ സ്നേഹിക്കുക. മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് നീ അങ്ങോട്ട് പോകരുതേ, അത് ചെയ്യരുതേ എന്ന് വീണ്ടും വീണ്ടും നമ്മുടെ കാതിൽ മന്ത്രിക്കുന്നുണ്ട്. ഒരു തെറ്റ് ചെയ്യുമ്പോ മകനെ അത് ചെയ്യരുത്, മകളെ നീ അത് ചെയ്യരുത്, അങ്ങോട്ട് പോകല്ലെന്ന് നമ്മുടെ ചെവിയിൽ മന്ത്രിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മൾ തെറ്റ് ചെയ്യലേക്ക് പോവുകയാണ്. പ്രിയ മക്കളെ, ഈ നോമ്പ് കാലത്തില് നമ്മൾ യഥാർത്ഥമായി ഈശോയുടെ പീഡാസന്തപനം ധ്യാനിക്കാം. ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുരിശിന്റെ വഴി നമ്മൾ ചൊല്ലുമ്പോൾ 4-ാം സ്ഥലത്ത് എത്തിച്ചേരുമ്പോൾ നമ്മളൊരു കാഴ്ച കാണുന്നുണ്ട്. എന്താണ്? 4-ാം സ്ഥലം എത്തിച്ചേരുമ്പോൾ ഒരു കാഴ്ച കാണുന്നുണ്ട്. പരിശുദ്ധി അമ്മയും തൻ്റെ പുത്രനും നിൽക്കുകയാണ്. ഈശോ കുരിശുമായി നടന്നു നീങ്ങുമ്പോ പരിശുദ്ധി അമ്മ ഓടി വരികയാണ്. തൻ്റെ മകൻ ഈ പീഡകളെ സഹിക്കുന്ന കണ്ടുകൊണ്ട് ചങ്ക് പൊട്ടി ഓടി വരികയാണ്. രണ്ടുപേരും മുഖാമുഖം നിൽക്കുകയാണ്. ഹല്ലേലൂയ, ശർബൽ ഹല്ലേലൂയ. പ്രിയ മക്കളെ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അമ്മ തൻ്റെ മകനെ നോക്കുമ്പോ അമ്മയുടെ ചങ്ക് തകരുകയാണ്. അമ്മയെ ഈശോ നോക്കുമ്പോൾ, മകൻ നോക്കുമ്പോൾ ഈശോയുടെ ചങ്ക് തകരുകയാണ്. എന്നറിയാമോ? അത്രമാത്രം പ്രിയമക്കളെ നമ്മൾക്ക് വേണ്ടി അവര് വേദന അനുഭവിച്ചു. ഈശോ പീഡാസഹനത്തിലൂടെ നമുക്ക് വേണ്ടി വേദന അനുഭവിച്ചതുപോലെ പരിശുദ്ധ അമ്മയും നമുക്ക് വേണ്ടി കഷ്ടതകളും സഹനങ്ങളും ഏറ്റെടുത്തു. പ്രിയമായ സഹോദരങ്ങളെ, നിങ്ങളത് ചിന്തിക്കണം. നിങ്ങൾ ഈ ആലത്തിനായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ പരിശുദ്ധ അമ്മയുടെ ആലത്തിനായിരിക്കുമ്പോൾ നിങ്ങളത് ചിന്തിക്കണം. എൻ്റെ പരിശുദ്ധി അമ്മ എത്രമാത്രം എനിക്ക് വേണ്ടി സഹിച്ചു എന്ന്, എത്രമാത്രം സഹനം ഏറ്റെടുത്തുവെന്ന്, ഈശോ എനിക്ക് എത്രമാത്രം സഹനം ഏറ്റെടുത്തുവെന്ന് നമ്മൾ ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ധ്യാനിച്ചു പോകുമ്പോഴാണ് ദൈവം അവളിലേക്ക് ഇറങ്ങി വരിക. ഈശോയുടെ സ്നേഹം മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന. പ്രിയ മക്കളെ, ഈ 4-ാം സ്ഥലത്ത് നമ്മൾ ധ്യാനിക്കുമ്പോൾ, ആ ഭാഗത്തിലേക്ക് നീങ്ങുമ്പോൾ ആ ചിത്രം ഞാനത് ചിന്തിക്കും. ഓരോ ഭാഗം ചൊല്ലുമ്പോൾ എനിക്ക് ആ ചിത്രം എൻ്റെ മനസ്സിലേക്ക് ഇറങ്ങി വരും. ഈശോ കുരിശുമായിട്ട് നടന്നു നീങ്ങുന്നതും പരിശുദ്ധ അമ്മ കടന്നു വരുന്നതും അവിടുത്തെ ജനങ്ങൾ എല്ലാം ആ ഒരു ചിത്രം പോലെ എൻ്റെ ഹൃദയത്തിൽ കടന്നു വരും. എന്നാന്നറിയാമോ? ഈശോയെ, ഇനിയും ഒരു തെറ്റ് ചെയ്യുവാൻ എന്നെ അനുവദിക്കല്ലേ, ഇനിയും അങ്ങേ വേദനിപ്പിക്കുവാൻ എന്നെ അനുവദിക്കല്ലേ അപ്പ. ഞാൻ പലപ്പോഴും പല തെറ്റിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. ഈശോയെ, അങ്ങ് ഇനി ഒരു പാപത്തിലേക്ക് അകപ്പെടുവാൻ എന്നെ അനുവദിക്കല്ലേ ഈശോയെ. ഓരോ ഭാഗങ്ങൾ ചൊല്ലുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ ധ്യാനം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ധ്യാനിച്ച് ചൊല്ലുമ്പോൾ 14 സ്ഥലം കഴിയുമ്പോൾ സഹോദരങ്ങളെ, നമുക്കൊരു വലിയൊരു വിശുദ്ധിയിലേക്ക് നടന്നു നീങ്ങുവാൻ സാധിക്കും. പാപത്തിൽ നിന്ന് ഒരുപാട് നമുക്ക് മാറി നീക്കുവാൻ സാധിക്കും. തെറ്റുകൾ ചെയ്യാതെ, കഴിവതും തെറ്റ് ചെയ്യാതെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് സഭ നമുക്ക് ഈ നോയമ്പൊക്കെ ഒരുക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടിയാണ് സഭ നമ്മളെ നവീകരിക്കാൻ വേണ്ടി ഈ നോയമ്പ് കാലം ഒരുക്കിയിരിക്കുന്നത്. അത് നമ്മൾ ആയിരിക്കുമ്പോൾ, നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് നമ്മളെ അതിലേക്ക് നയിക്കും, അതിലേക്ക് നമ്മളെ ഒരുക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ആലയത്തിരുന്ന് ധ്യാനിക്കുമ്പോൾ ഈശോയോടൊന്ന് മാത്രം പ്രാർത്ഥിക്കുക. ഈശോയെ, എന്നെ ഒന്ന് വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ, എൻ്റെ ഈ അവസ്ഥ ഒന്ന് മാറ്റിത്തരണമേ. ഞാൻ പല ബന്ധനസ്ഥരായിരിക്കുന്നു, പല കെട്ടുപാടിലായിരിക്കുന്നു. ഇതിനെല്ലാം സ്വതന്ത്രമാകുവാൻ തക്കവണ്ണം എന്നെ ഇവിടെ ഒന്ന് ഒരുക്കി തരണമേ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം ഒരു നിമിഷം. കണ്ണുകൾ അടയ്ക്കുക. കരങ്ങൾ കൂപ്പിപ്പിടിക്കുക. എല്ലാവരും കണ്ണുകൾ അടച്ചാണ്. തമ്പുരാന്റെ സന്നിധിയിൽ എന്ത് പറയുന്നു അതനുസരിക്കും
അനുസരിക്കുക, അതാണ് ഈശോ നോക്കുക. അവരെയാണ് കർത്താവ് കടാക്ഷിക്കുക. അനുസരണമാണ് നമുക്ക് ഏറ്റവും വലുത്. ഈശോ എത്ര അനുസരണമുള്ളവനായിരുന്നു. പിതാവായ ദൈവം എന്ത് പറഞ്ഞോ, പിതാവ് എന്ത് പറഞ്ഞോ അതുപോലെ പുത്രൻ അനുസരിച്ചു. എന്താണ് സംഭവിച്ചത്? മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. സഹോദര സഹോദരി, നമ്മൾ ഇവിടെ നിന്ന് ധ്യാനിക്കുമ്പോൾ തിരുവചനം എന്താണ് എന്നെ പഠിപ്പിക്കുക, എന്താണ് ഞാൻ കേട്ടത്, അതുപോലെ അനുസരിച്ച് ധ്യാനിക്കുക. നമ്മളെ അപ്പോഴാണ് കർത്താവ് അനുഗ്രഹിക്കുന്നത്. നമ്മൾ എന്താണ് ധ്യാനിച്ചത്? 3 കാര്യങ്ങൾ നമ്മൾ ധ്യാനിച്ചു. അത് മനസ്സിൽ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അപ്പാ, എന്നെ എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഈ കെട്ടുകളിൽ നിന്ന്, ഈ നുകത്തിൽ നിന്ന്, ഈ മർദ്ദനത്തിൽ നിന്ന് എന്നെ എടുത്തു മാറ്റണമേ. ഒരു പുതിയ വ്യക്തിയാക്കി, പുതിയ മനുഷ്യനാക്കി തീർത്ത് അങ്ങേക്ക് കൊള്ളാവുന്ന ഒരു പാത്രമാക്കി എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടിയാണ്. ഈശോയെ, എന്നിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും അങ്ങയുടെ കരുണ വർഷിക്കണമേ. ഓരോ കർത്താവിൻ്റെ പീഡാസഹനം നമ്മൾ ധ്യാനിക്കുമ്പോൾ എൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട്, എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട്, ഈശോയെ, ഒരിക്കലും ഇനി ഞാൻ അങ്ങേ വേദനിപ്പിക്കുകയില്ല. ഒരു വിശുദ്ധനായി, വിശുദ്ധിയായി ജീവിക്കുവാനുള്ള ആ വലിയ കൃപ എനിക്ക് നൽകണമേ എന്ന് നമുക്കിവിടെ നിന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക.